ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു കാറ്റഗറി നമ്പർ ചോദ്യപേപ്പറാണ് നോക്കുന്നത്. കാറ്റഗറി നമ്പർ 170/2024. അതിൽ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്. ഓപ്ഷൻ എ ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഓപ്ഷൻ എ ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? ദാദാഭായ് നവറോജി. ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. കഴിഞ്ഞ ചോദ്യപേപ്പറിലും ഇതേ ചോദ്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ചോദ്യം, ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ ബി ഡൽഹൌസി. ഓപ്ഷൻ ബി ഡൽഹൌസി. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ബീഗം ഹസ്രത്ത് മഹലാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ലാഹോർ സമ്മേളനമാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ലാഹോർ സമ്മേളനം. 1929 സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം കേട്ടോ. ആറാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ്. ഏഴാമത്തെ ചോദ്യം നോക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക്ക. ഓപ്ഷൻ ബി റിപ്പബ്ലിക്ക. ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിക്കുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് കേട്ടോ. ഓപ്ഷൻ ബി നിർദ്ദേശക തത്വങ്ങളിൽ. ഇനി ഒൻപതാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. സ്പീഡിൽ പോകുന്നത് മാർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് സ്പീഡിൽ നമ്മൾ പോകുന്നത്. 10ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? വിദ്യാഭ്യാസമാണ്. ആർട്ടിക്കിൾ 21A എന്നാണ് വിദ്യാഭ്യാസമാണ് കേട്ടോ. 11ാമത്തെ ചോദ്യം, മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷനാണ് ആര്? വില്യം ലോഗൻ കമ്മീഷൻ. ഓപ്ഷൻ എ വില്യം ലോഗൻ കമ്മീഷൻ. 12ാമത്തെ ചോദ്യം, കുറിച്യ കലാപത്തിന്റെ നേതാവ് ആര്? രാമൻ നമ്പി. ഓപ്ഷൻ സി രാമൻ നമ്പി. 13ാമത്തെ ചോദ്യം നോക്കാം. സർവവിദ്യാധി രാജ എന്നറിയപ്പെട്ടതാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. 14ാമത്തെ ചോദ്യം, സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? മിതവാദി പത്രമാണ് കേട്ടോ. മിതവാദി പത്രമാണ്. ഓപ്ഷൻ സി മിതവാദി. 15ാമത്തെ ചോദ്യം നോക്കാം. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആര്? കല്ലുമാല പ്രക്ഷോഭം ആരാണ്? അയ്യൻകാളി. ഓപ്ഷൻ ബി അയ്യൻകാളി. 16ാമത്തെ ചോദ്യം, G20 ഉച്ചകോടിയിൽ ഉൾപ്പെടാത്ത G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേതാ? സിംഗപ്പൂർ. ഓപ്ഷൻ ഡി സിംഗപ്പൂർ. 17ാമത്തെ ചോദ്യം, ഇസ്രയേലിൽ നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്ത്? ഓപ്പറേഷൻ അജയ് കേട്ടോ. ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ്. 18ാമത്തെ ചോദ്യം, പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി 19ാമത്തെ ചോദ്യം, ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? അരുണാചൽ പ്രദേശാണ് കേട്ടോ. ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. 20ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏത്? സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നു. MN കുൻസ്രു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. മലയാളിയായ KM പണിക്കർ അതിൽ അംഗമായിരുന്നു. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 2 മാത്രം കേട്ടോ. 2 മാത്രം. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്ത 2 മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറഞ്ഞാൽ. 21ാമത്തെ ചോദ്യം നോക്കാം. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കണ്ട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത്? മധുരയാണ് കേട്ടോ. മധുര. ഓപ്ഷൻ ബി മധുര. തുറമുഖങ്ങൾ ഇവിടെ തുറമുഖമില്ല മധുരയിൽ കേട്ടോ. അതാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. 22 ഭക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഇവിടെ കൊടുത്തിരിക്കുന്നില്ല. 2ഉം 4ഉമാണ് ഭക്രാനങ്കലിൻ്റെ പ്രാധാന്യത്തിൽ പറയുന്നത് കേട്ടോ.
2ഉം 4ഉം സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. അതേപോലെ വിവിധോദ്ദേശ പദ്ധതി കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 23ാമത്തെ ചോദ്യം, ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത്? കൊല്ലം ജില്ലയിലാണ് കേട്ടോ. പച്ചത്തുരുത്ത് എന്ന പദ്ധതി കൊല്ലം ജില്ല. 24ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത്? ഓപ്ഷൻ സി ആണ് ജീവൻ രക്ഷാ പതക് കേട്ടോ. ഓപ്ഷൻ സി ജീവൻ രക്ഷാ പതക്. 25ാമത്തെ ചോദ്യം, നിസാം സാഗർ നദീതട പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോദാവരിയാണ് കേട്ടോ. ഗോദാവരി. നിസാം സാഗർ പദ്ധതി ഏത് നദിയിലാണ്? ഗോദാവരി. 26ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏത്? തൂത്തുക്കുടി കേട്ടോ. ഓപ്ഷൻ സി തൂത്തുക്കുടി. 27ാമത്തെ ചോദ്യം, ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏത്? ഡെക്കാൻ പീഠഭൂമി. ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമിയാണ് കേട്ടോ. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ബാരാലാച്ല ചുരമാണ് കേട്ടോ. ബാരാലാച്ല ചുരം. ഓപ്ഷൻ എ ആണ് ആൻസർ. 29ാമത്തെ ചോദ്യം, ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം. 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം. ഓപ്ഷൻ എ ആൻസർ. 30ാമത്തെ ചോദ്യം നോക്കാം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73-74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏതൊക്കെയാണ്? ത്രിതല പഞ്ചായത്ത് സംവിധാനമുണ്ട്. അതേപോലെ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത, ഗ്രാമപഞ്ചായത്തിൽ പരോക്ഷ തിരഞ്ഞെടുപ്പ്, വാർഷിക തിരഞ്ഞെടുപ്പ് രീതി. ഇതിൽ ഓപ്ഷൻ 1ഉം 2ഉമാണ് ശരി. അതായത് ഓപ്ഷൻ ബി ഇവിടെ കൊടുത്തേക്കുന്നതിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത, ഇത് രണ്ടുമാണ് ഈ 2 കമ്മിറ്റിയിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ബി ആണ് ആൻസർ കേട്ടോ. 31, പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം? എടക്കൽ ഗുഹ. ഓപ്ഷൻ ബി എടക്കൽ ഗുഹ. 32ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. ഓപ്ഷൻ എ. 33, കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പള്ളിക്കര. ഏത് വില്ലേജിൽ നിന്നാണ് കേട്ടോ. സോറി, ജില്ലയല്ല, വില്ലേജ്. എവിടെയാണ്? പള്ളിക്കര. പള്ളിക്കര. ഓപ്ഷൻ എ ആണ്. സോ അതൊരു വെറൈറ്റി ചോദ്യമാണ്. പള്ളിക്കര കേട്ടോ, ഓർത്തിരിക്കുക. 34, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു കേട്ടോ. ക്ഷേത്രപ്രവേശനമല്ല, സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു. 35, താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? കാപ്പി. ഓപ്ഷൻ എ കാപ്പി. 36ാമത്തെ ചോദ്യം, 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ആലപ്പുഴയിലാണ്. അടുത്ത ചോദ്യം, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ കേട്ടോ. ഓപ്ഷൻ എ 1.25 കോടി മലയാളികൾ. 38ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? ഈ കൊടുത്തിരിക്കുന്നില്ല കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നുള്ളത് തെറ്റാണ്. കാരണം ആനമുടി എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. 39ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? കായിക തലസ്ഥാനം ഓപ്ഷൻ കോതമംഗലം കേട്ടോ. കോതമംഗലമാണ്. ഓപ്ഷൻ എ കോതമംഗലം. 40ാമത്തെ ചോദ്യം, 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത്? ദക്ഷിണാഫ്രിക്ക കേട്ടോ. ദക്ഷിണാഫ്രിക്ക. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആര്? വി അബ്ദുറഹിമാൻ കേട്ടോ. ഓപ്ഷൻ എ വി അബ്ദുറഹിമാൻ. 42ാമത്തെ ചോദ്യം, ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് HDFC ആണ് കേട്ടോ. ഓപ്ഷൻ എ HDFC. 43ാമത്തെ ചോദ്യം, 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ? പൃഥ്വിരാജ് കേട്ടോ. 43 ഓപ്ഷൻ ബി പൃഥ്വിരാജ് ആണ്. ഇനി 44ാമത്തെ ചോദ്യം നോക്കാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സ് എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? അർഷാദ് നദീമാണ് കേട്ടോ. അർഷാദ് നദീം. പേരോർത്തിരിക്കുക, അർഷാദ് നദീമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 45ാമത്തെ ചോദ്യം,
ലോക നാട്ടറിവ് ദിനം എന്നാണ് ഓഗസ്റ്റ് 22. ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് 22. 46-ാമത്തെ ചോദ്യം, ലോകാരോഗ്യ സംഘടന അനുമതി നൽകി ടാഗ് 003 വാക്സിൻ ഏത് വൈറസിനെതിരെയുള്ളതാണ്? ഡെങ്കി വൈറസ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ഡെങ്കി വൈറസ്. 2024 മികച്ച സിനിമയ്ക്കുള്ള 96-ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് കില്ലിയൻ മർഫിയാണ് കേട്ടോ. ഓപ്ഷൻ ബി കില്ലിയൻ മർഫി. 48-ാമത്തെ ചോദ്യം, രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? മാനന്തവാടി. ഓപ്ഷൻ സി മാനന്തവാടി. 49-ാമത്തെ ചോദ്യം, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി ഏതാണ്? അൽഗോരിതങ്ങളുടെ നാട്. ഓപ്ഷൻ എ അൽഗോരിതങ്ങളുടെ നാട്. 50-ാമത്തെ ചോദ്യം നോക്കാം. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? അർജന്റീന. ഓപ്ഷൻ ഡി അർജന്റീന. 51-ാമത്തെ ചോദ്യം, മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച എലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക് കേട്ടോ. ന്യൂറാലിങ്ക്. 52-ാമത്തെ ചോദ്യം, 70-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാനിന് നൽകിയ പേരെന്ത്? നീലു കേട്ടോ. ഓപ്ഷൻ സി നീലു. 53-ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്തെഴുതുക. ചവച്ചരയ്ക്കാൻ ഏതൊക്കെയാണ്? ചർവണകം, അതേപോലെ തന്നെ അഗ്രചർവണകം. ഓപ്ഷൻ സി ആണ് ആൻസർ. 2ഉം 4ഉം. 54, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. 55, ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? വെണ്ട കേട്ടോ. ഓപ്ഷൻ എ വെണ്ട. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2006 ആണ്. ഓപ്ഷൻ ബി 2006. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? 1984. ഓപ്ഷൻ ബി 1984. 58-ാമത്തെ ചോദ്യം, 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ IFFI നടന്ന സംസ്ഥാനം ഏത്? ഗോവ. ഓപ്ഷൻ സി ഗോവ. 59-ാമത്തെ ചോദ്യം, ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത്? സ്വീഡൻ കേട്ടോ. ഓപ്ഷൻ ഡി സ്വീഡൻ. 60-ാമത്തെ ചോദ്യം, വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഈ കൊടുത്തിരിക്കുന്നവയിൽ 1, 2, 3 എന്നിവ ശരിയാണ്. 4-ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. 61-ാമത്തെ ചോദ്യം, തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? ഓപ്ഷൻ ബി 90 ഡിഗ്രി. 62-ാമത്തെ ചോദ്യം, കാന്തങ്ങളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? ഈ കൊടുത്തിരിക്കുന്നതിൽ 2ഉം 3ഉം എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ബാക്കി 1-ാമത്തേതാണ് തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 63-ാമത്തെ ചോദ്യം, ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇത് തീ കെടുത്തുന്ന വാതകമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. 65-ാമത്തെ ചോദ്യം, സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന് പേര് താഴെ കൊടുത്തവയിൽ ഏതാണ്? സഹജ. ഓപ്ഷൻ എ സഹജ. 66-ാമത്തെ ചോദ്യം, കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേര്? കൈരളി. ഓപ്ഷൻ സി കൈരളി. 67-ാമത്തെ ചോദ്യം, ലോകവ്യാപകമായി പടർന്നു പിടിക്കുന്ന COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം? വുഹാൻ. ഓപ്ഷൻ സി വുഹാൻ. 68-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ടൈഫോയിഡ്. ഓപ്ഷൻ ഡി ടൈഫോയിഡ്. 69, സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ്? മാമോഗ്രാം. 70-ാമത്തെ ചോദ്യം, HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം? ജ്യോതിസ്. ഓപ്ഷൻ എ ജ്യോതിസ്.
71 ചോദ്യം 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല മലപ്പുറം. 72 ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു വിബ്രിയോ. ഓപ്ഷൻ എ വിബ്രിയോ. 73 നവജാത ശിശുക്കളിലെ ജനനവൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതിയാണ് ശലഭം. 74 ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗമാണ് ബ്ലീച്ചിങ് പൗഡർ. ഓപ്ഷൻ ബി ബ്ലീച്ചിങ് പൗഡർ. 75 ചോദ്യം നോക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? പൂനെ. 76 ചോദ്യം താഴെ പറയുന്നവയിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? JP നഡ്ഡയാണ് കേട്ടോ. ഓപ്ഷൻ സി JP നഡ്ഡ. 77 ചോദ്യം ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ഓപ്ഷൻ എ ആൻസർ. 78 ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് മാർഗേനയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്? മലിനമായ ഭക്ഷണപാനീയങ്ങളിലൂടെയാണ് കേട്ടോ. മലിനമായ ഭക്ഷണപാനീയങ്ങളിലൂടെ. ഓപ്ഷൻ ഡി ആൻസർ. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? MAL. ഓപ്ഷൻ ബി MAL. 80 ചോദ്യം താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? 1, 3 കേട്ടോ. നിപ്പയും അതേപോലെ തന്നെ എംപോക്സും. നിപ്പ ആൻഡ് എംപോക്സ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. താങ്ക്